ഇൻട്രാഡേയിൽ സിമ്പിൾ മെത്തേഡ് വർക്കാവുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ. ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇത് സ്പാർക്ക് 2-ാം തീയതി നമുക്ക് മാർക്കറ്റ് മൂവർ ഇൻട്രാഡേയിൽ വന്ന ഒരു സ്റ്റോക്കാണ്. ഇത് ഞാൻ SMC Pro ഇൻഡിക്കേറ്റർ ചാർട്ട് നോക്കുമ്പോൾ തന്നെ രാവിലെ 9:15 മുതൽ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഹൈ പവർ സ്റ്റോക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതലേ നമുക്ക് സ്മാർട്ട് മണിയുടെ പ്രസൻസ് കാണാം ഇതിൽ. അപ്പൊ തന്നെ ഞാൻ അതിന്റെ ഡേ ചാർട്ടിലേക്ക് പോവുകയും ആ ലെവൽസ് അങ്ങോട്ട് മാർക്ക് ചെയ്തു. ഞാൻ ഒരു SL ലെവലും ഒരു ബ്രേക്ക്ഔട്ട് ലെവലും ഞാൻ മാർക്ക് ചെയ്തത് പ്രീവിയസ് മൾട്ടിപ്പിൾ റെസിസ്റ്റൻസിന്റെ ബേസിലാണ്. ഞാൻ ഈ ലെവൽ മാർക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ഡീറ്റെയിൽസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് മണി വൺസ് ആക്റ്റീവ് ആണെങ്കിൽ എനിക്ക് ഉറപ്പാണ് അവരത് പ്രൈസ് താഴേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. അതിന് മറ്റൊരു കാരണങ്ങളുണ്ട്. ഞാൻ December 1 നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഫാർമ ഒരു ഡിഫെൻസീവ് സെക്ടറാണ്, അത് വാച്ച് ചെയ്തോളാൻ പറഞ്ഞിരുന്നു. ഞാൻ December 2 നമുക്ക് ഫാർമ റിലേറ്റഡ് സ്റ്റോക്സും കൂടി മാർക്കറ്റ് മൂവറിൽ സ്ട്രെങ്ത് കാണിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ നമുക്ക് ഇന്നലെ കിട്ടിയ എൻട്രി ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ആ ലെവലിൽ നിന്നും ഏകദേശം 25% മുകളിലാണ് വെറും 24 മണിക്കൂർ കൊണ്ട് നമുക്ക് തന്ന ഒരു ഗെയിൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ടാണ് സ്മാർട്ട് മണി ആക്റ്റീവ് അല്ലാത്ത സ്റ്റോക്കുകൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്.